ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി 4.5 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 55 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇവിടെ റോഡ് വരുന്നത് 4 മീറ്റർ ഇന്ത്യയുടെ റോഡാണ് വരുന്നത്. അത് പഞ്ചായത്ത് റോഡിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റി മാരത്തുള്ള 5-6-7 വില്ലകളുള്ള ഒരു ഏരിയയാണ് വരുന്നത്. ഇത് ഓണർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1 കൊല്ലം പഴക്കമുള്ള വീടാണ്. ഓണർ കാനഡയ്ക്ക് പോകുന്നത് കൊണ്ടാണ് ഈ വീട് റീസെയിലിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് ഇവിടെ വരുന്നത്. നമുക്ക് 2 വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. 2 വണ്ടി ഈസിയായി നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ വെള്ളത്തിനായിട്ട് വരുന്നത് KWD വാട്ടർ കണക്ഷനും ഉണ്ട്. നമുക്ക് കൂടാതെ കിണർ സൗകര്യവും ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത് നല്ല വലുപ്പത്തിലാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് ഗ്രാനൈറ്റ് ആണ്. അത് നല്ല 4-5 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ സിറ്റ് ഔട്ടിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോറ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ പാളിയിൽ തീർത്ത ഡോറാണ് വരുന്നത്. അത് നല്ല ഡിസൈനിലൊക്കെ നൽകി ഇവിടെ ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല വിഡ്ത്തും ലെങ്ത്തിലും ഒക്കെയുള്ള നല്ല വലിയ സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലാണ് ഇവിടെ ലിവിങ് സ്പേസ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഡൈനിങ് സ്പേസാണ്. നമുക്കിവിടെ 8-10 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ തൽക്കാലം 5-6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് അവിടെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെയും നല്ല വിധത്തിലായിട്ട് 8-10 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ നമുക്ക് നല്ലൊരു മനോഹരമായൊരു TV യൂണിറ്റും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ TV യൂണിറ്റിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചൺ നല്ല കബോർഡ് വർക്കുകളൊക്കെ താഴെയും മുകളിലൊക്കെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകി കിച്ചൺ നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടില്ല. കൂടാതെ വർക്ക് ഏരിയ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ വടക്ക് കിഴക്കേ മൂലയിൽ മാറ്റി നല്ലൊരു കിണർ സൗകര്യവും നമുക്ക് ഈ വീടിനായിട്ട് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ നല്ലൊരു ചെറിയൊരു ഗാർഡൻ സ്പേസ് കൂടി ഇതിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ജാക്ക് ഫ്രൂട്ടിനുള്ള മരവും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് നല്ലൊരു സ്പേസ് കൂടി ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഇവിടെ താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഈ ബാത്റൂം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അത് നല്ല വിഡ്ത്തിലും ലെങ്ത്തിലുള്ള നല്ല വലിയ ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ വരുന്നത് നമ്മളെ ടൈലാണ്. സ്റ്റെപ്പുകളിൽ നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിൽ വർക്കുകളും സ്റ്റീലിൻ്റെ നല്ല രീതിയിലുള്ള ഹാൻഡ് റെയിൽ വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഹാൻഡ് റെയിലിന് നൽകിയിരിക്കുന്നത് ഗ്ലാസും സ്റ്റീലുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള നല്ലൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നത്. ഈ ബാത്റൂം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വലുപ്പത്തിലാണ് ഈ ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഈ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് ഒരു ചെറിയ കബോർഡ് വർക്കുകളും ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂമിൻ്റെ നല്ല ടൈലുകളൊക്കെ നല്ല ഡിസൈനിലുള്ള നല്ല ഭംഗിയായ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി
ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഈ ബാത്റൂമിനായി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ ടെറസിലേക്കാണ്. ഓപ്പൺ ടെറസ് നല്ല ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇവിടെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൂടാതെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും ഇവിടെ തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ബാൽക്കണി മനോഹരമാക്കുന്നതിനായിട്ട് നമുക്ക് നല്ല സ്റ്റീലിൻ്റെ ഇതും കൂടാതെ നല്ല ടഫ്ലോൺ ഗ്ലാസ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി 4.5 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റുള്ള 1 വർഷം മാത്രം പഴക്കമുള്ള ഓണർ കാനഡയിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രം വെക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 55 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്.